ദൈവസ്നേഹത്തെയും ദാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പറയുന്ന വാക്യമാണ് 2 കൊരിന്ത്യർ 9-7 സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിനു വേണ്ടി നൽകുക എന്നത് ഉപരിയായി മനുഷ്യർക്ക് നൽകുവാൻ, ദാനം ചെയ്യുവാൻ ഈ നാളുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ ധനവും അവകാശങ്ങളും കവർന്നെടുക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ സ്വഭാവമാണ്. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നത് ദൈവദത്തമായ സ്വഭാവവുമാണ്. തനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിക്ഷേപിച്ച വിധവയെ കർത്താവായ യേശുക്രിസ്തു കണ്ടു. ദാവീദും അദ്ദേഹത്തിൻ്റെ പുത്രനും പ്രഭുക്കന്മാരും ചേർന്ന് തങ്ങൾക്കുള്ളതൊക്കെയും യഹോവയുടെ ആലയത്തിന് വേണ്ടി നൽകിയപ്പോൾ ശലോമോന് ദൈവം ബുദ്ധിയും ജ്ഞാനവും പ്രതാപവും പ്രശസ്തിയും നൽകി അനുഗ്രഹിച്ചത് നാം കാണുന്നു. ദൈവം അപ്രകാരം ദാനം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു, കരുതുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായ പദവിയാണ്, അനുഗ്രഹമാണ്. സഹജീവികളെ കൊന്നൊടുക്കുവാൻ, അവരുടെ മുതലുകൾ പങ്കിട്ടെടുക്കുവാൻ ശ്രമിക്കുന്നതായ തിരക്കേറിയ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ പൂജിക്കുന്നവർ, ക്രൂശിനെ സ്നേഹിക്കുന്നവർ തങ്ങൾക്കുള്ളതൊക്കെയും മറ്റുള്ളവർക്ക് വിട്ടു നൽകുന്നവരായി തീരണം. ധനം മാത്രമല്ല, സമയവും താലന്തും കഴിവുകളും അങ്ങനെയെല്ലാം മറ്റുള്ളവർക്ക് നൽകുന്നത്, അതാണ് ദൈവദത്തമായ സ്വഭാവം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. കേടായ ഒരു അവയവം ശരീരത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയതും വേദനാജനകവുമായ ഒരു സർജറിയിലൂടെ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. മനുഷ്യഹൃദയങ്ങൾ മുഴുവൻ സ്വാർത്ഥത വരിഞ്ഞു മുറുക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് മാറ്റിവെക്കുന്നതിന് നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയങ്ങൾ മാറ്റി ദൈവദത്തമായ സ്വഭാവമുള്ളതായ ദൈവികമായ ഹൃദയം നമ്മിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ മാത്രമേ മറ്റുള്ളവരോട് നമുക്ക് സ്നേഹം കാണിക്കുവാൻ കഴിയുകയുള്ളൂ. ലോകത്തിലെ എല്ലാ മതങ്ങളും ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. കാരണം എല്ലാ മതങ്ങളിലും അത് പടർന്നു കിടക്കുവാൻ കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ നോമ്പുകാല ചിന്തകളും നമ്മുടെ ധ്യാനങ്ങളും യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളറിഞ്ഞ്, ഭാരങ്ങളറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ, അവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നതായ ഒരു നല്ല ഹൃദയം നമ്മിൽ സ്ഥാപിക്കട്ടെ, നമ്മിൽ മാറ്റം ചെയ്യപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കും.